രോഗങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. മാരകമായ വിപത്തുകൾ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് നിന്റെ ദീനിന്റെ ദാഇയായ പ്രബോധകനായ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അധികമായി യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമായി പടച്ചവനെ ഒരുപാട് നേരം നിന്നുകൊണ്ട് വാള് പറയുന്നതിന്റെ ഭാഗമായി അല്ലാഹുവേ, നട്ടലിൽ നിന്നും ഇടതുകാലിലേക്ക് വരുന്ന ഒരു നരമ്പിന്റെ ഒരു പ്രശ്നം കൊണ്ട് അല്ലാഹുവേ വല്ലാതെ വേദന കൊണ്ട് വിഷമം അനുഭവിക്കുകയാണ്. സർജറിയിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് ഡോക്ടർമാര് പറയുന്നു. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി ശബ്ദിച്ചവരാണ്, ഒരുപാട് പള്ളികൾക്ക് വേണ്ടി ശബ്ദിച്ചവരാണ്, ഒരുപാട് അനാഥാലയങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചവരാണ്. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ദാഇയാണ് അല്ലാ. നീ ശിഫാ നൽകണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകണേ അല്ലാ. ഇനിയും ഒരുപാട് 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 നാൾ നിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്താൻ, നസീഹത്തുകൾ നടത്താൻ, ദുആ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവരെ, നീ ദീർഘായുസ്സു കൊടുക്കണേ റബ്ബേ. എല്ലാ വിഷമങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാര് പലരും രോഗികളാണ്, നീ ശിഫാ കൊടുക്കണേ റബ്ബേ, ദീർഘായുസ്സു കൊടുക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. കിടപ്പിലായി പോകുന്ന രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, നിരന്തരമായി ഗുളികകൾ കഴിക്കേണ്ടി വരുന്ന രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഉസ്താദിന്റെ വാർത്ത കേൾക്കുമ്പോ ഒരുപാട് നമ്മൾ സ്നേഹിക്കുന്ന, ഇതുവരെയും വിനീതന് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല, എന്നാലും നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന പടച്ചവനെ, നിന്റെ ദീനിന്റെ പ്രബോധകനാണ് റബ്ബേ. നിന്റെ നസീഹത്തുകളാണ് അവർ നടത്തുന്നത് അല്ലാ. അല്ലാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രഭാഷകനാണ്, നീ സ്വീകരിക്കണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. ആജിലായ കാമിലായ താമ്മായ ശിഫാ നൽകണേ അല്ലാ.